കേരളത്തിലേക്ക് ഒഴിവന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 ഇത്തവണ ജയിക്കാനാവുക LDF-ന് ആണെന്നുള്ള സാധ്യത നിലനിൽക്കെ 2 സീറ്റുകളും ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് CPM വലിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ വിട്ടുവീഴ്ച വേണ്ടി വന്നതെന്ന് പരിശോധിക്കുമ്പോൾ രസകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒന്ന്, ലോകസഭയിൽ ഇപ്പോൾ CPM ഇവിടെ നിന്ന് ഒരു പ്രതിനിധിയാണ് ഉള്ളെന്നിരിക്കെ വീണ്ടും CPM പ്രതീക്ഷിക്കാവുന്ന ഒരു രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് പരക്കെ ഉയരുന്നത്. കാരണം 2 സീറ്റുകളിൽ ഒരെണ്ണമെങ്കിലും നിലനിർത്തുക എന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം അതാണ്. കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ രാജ്യസഭാ സീറ്റുകളിലേക്ക് തങ്ങളുടെ ഘടകകക്ഷികളെ അയക്കുക എന്നത് സംബന്ധിച്ച് തന്നെ CPM-ന് മുൻപ് ആലോചിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ഏതാണ്ട് 2000 വരെ ആ നിലയായിരുന്നു തുടർന്നെങ്കിൽ പിന്നീട് RSPക്ക് സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് CPM ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആലോചിക്കണം, മുമ്പ് 2009-ലും 2014-ലും ഒക്കെ ഇങ്ങനെ ഒഴിവന്ന സീറ്റുകളിൽ, അതായത് ഒഴിവന്നപ്പോൾ സീറ്റുകൾ ഘടകകക്ഷികൾ ആവശ്യപ്പെടുകയും 2009-ൽ ജനതാദളിന്റെ വീരേന്ദ്രകുമാർ പിന്നീട് RSPയും ഒക്കെ ഈ സീറ്റുകൾ ലഭിക്കാതെ മുന്നണി തന്നെ വിട്ടുപോയ ഒരു ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ട ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി CPM പ്രത്യേകിച്ചും ഇനി പല കാര്യങ്ങളും പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം അവർ എടുക്കുന്നത്. ഏറ്റവും പ്രധാനമായും CPI ഇതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും തങ്ങളുടെ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള അവകാശവാദവുമാണ് ഉന്നയിച്ചത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് പരമപ്രധാനമാണെന്നും തങ്ങൾ UDF-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും തങ്ങൾക്ക് ഓരോ സീറ്റ് ഉണ്ടായിരുന്നെന്നും അത് നഷ്ടപ്പെടുന്ന കാര്യം അവരെ സംബന്ധിച്ച് ആലോചിക്കാൻ കൂടി വയ്യ എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് CPM ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കേണ്ടി വന്നത്. ഓർക്കണം, RJD പോലുള്ള പാർട്ടികൾ ഇപ്പോഴും LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് ഉന്നയിക്കുകയും അവർ വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, CPM ഇനി വരുന്ന സന്ദർഭങ്ങളിൽ രാജ്യസഭാ സീറ്റ് ഉണ്ടാകുമ്പോൾ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ അതിലെ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ക്രമം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ CPI-ക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് CPM വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതിനു പിന്നിൽ 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം പൊതുവെ CPM-ന് എതിരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ അത് ഏറ്റവും പ്രധാനമായി നിലനിൽക്കരുത്. ഇനിയും തങ്ങൾ ഒരു സീറ്റിൽ കൂടി പിടിമുറുക്കുക, അത് മാത്രമല്ല അതിന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏതെങ്കിലും തരത്തിൽ ഒരു ക്യാബിനറ്റ് പദവി കൂടി കൊടുത്ത് തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഭൂഷണമല്ല എന്നുള്ളൊരു വിമർശനമാണ് ഉണ്ടായി വന്നത്, അഭിപ്രായമാണ് ഉണ്ടായി വന്നത്. കാരണം തുടക്കത്തിൽ CPM ആലോചിച്ചിരുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിഭാഗം KCM-ന് നൽകിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. എന്നാൽ ഇത്രയും വലിയ പരാജയം രുചിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇനി ഒരു ക്യാബിനറ്റ് സീറ്റ് കൂടി ഉണ്ടാക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നിരിക്കെയാണ് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്ന് അനുമാനിക്കപ്പെടുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ സീറ്റ് ചോദിക്കുന്നത് തങ്ങളുടെ ചെയർമാനായ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് എന്നുള്ളത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സീറ്റ് CPM വിട്ടുകൊടുക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് CPM-നും തോന്നി. മാത്രമല്ല, ഇങ്ങനെ വിട്ടുകൊടുക്കാതിരുന്നാൽ ഒരുപക്ഷെ അവർ മുന്നണി സംവിധാനം തന്നെ വിട്ടുപോയേക്കാവുന്ന സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടാകുമെന്ന തിരിച്ചറിവും അവരുടെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് NDA മുന്നണി ജോസ് കെ മാണിയെ ഉൾപ്പെടെയുള്ളവരുടെ തങ്ങളുടെ കൂടെ അടുപ്പിക്കുവാനും അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ വലിയ ഒരു സ്വാധീനം ഉറപ്പിക്കുവാനും ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും ജോസ് കെ മാണിയുടെ ഈ ആവശ്യം, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഈ ആവശ്യം നിറവേറ്റേണ്ടതാണെന്നൊരു തോന്നൽ CPM-നകത്ത് ഉടലെടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഈ 2 കാരണങ്ങളും CPM-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിട്ടുകൊടുക്കുന്നതിന് ഉള്ള കാരണങ്ങളായി മാറുകയാണ്. പ്രത്യേകിച്ച് CPM ഇതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സ്ഥിതിക്ക് മറ്റൊരു സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടുന്ന ഒരു ആവശ്യം ഇടതുപക്ഷത്തിൽ ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്കുള്ള ഒരു സീറ്റും കൂടി വിട്ടുകൊടുത്തുകൊണ്ട് CPM ത്യാഗം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റത് തന്നെയാണ് ഇതിനുള്ള ഒരു പ്രധാനമായി കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു കാരണം, മധ്യ കേരളത്തിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ള സ്വാധീനം
ഇടതുപക്ഷ പാർട്ടികൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അധികം വർഷങ്ങളില്ല, 2-3 വർഷത്തിനുള്ളിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ മാണി വിഭാഗത്തെ പിണക്കിക്കൊണ്ട് അവിടുത്തെ മധ്യ കേരളത്തിലെ സ്വാധീനം തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക, വോട്ടുകൾ നഷ്ടപ്പെടുത്തുക എന്നുള്ള കാര്യവും CPM-ന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്കാണ് CPM മുന്നോട്ട് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സീറ്റുകൾ ഇടതുപക്ഷ പാർട്ടികൾ യോഗത്തിൽ തീർച്ചയായിട്ടും CPI-ക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ അവർ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് CPI-ൽ വൻ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. CPM-ൽ പ്രധാനമായിട്ടും 2 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത്. അത് ഒന്ന് PP സുനീറിന്റെ പേരാണെങ്കിൽ മറ്റൊന്ന് പ്രധാനമായും നമുക്കറിയാം CPI-ലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവായ പ്രകാശ് ബാബുവിന്റെ പേരാണ്. എന്നാൽ പാർട്ടിയിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഭിന്നതകൾ എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രകടമാവുകയും ബിനോയ് വിശ്വം ജനാധിപത്യപരമായിട്ടാണ് തീരുമാനമെടുത്തതെന്ന് പരക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ആ ജനാധിപത്യ രീതികളെ തന്നെ പരക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മുല്ലക്കര രത്നാകരൻ എന്ന സീനിയർ നേതാവ് പേര് മുന്നോട്ട് വെച്ചത് പ്രകാശ് ബാബുവിന്റെ പേരായിരുന്നു. നമുക്കറിയാം, മുമ്പ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള കടുത്ത ഭിന്നതകൾ അറിയാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാനം പക്ഷവും ഇസ്മായിൽ പക്ഷവും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഭിന്നിപ്പ് കാനം പക്ഷം എത്രത്തോളം പാർട്ടിയിൽ പിടിമുറുക്കി CPI മുന്നോട്ട് കൊണ്ടുപോയി എന്ന ചരിത്രമെല്ലാം നമുക്കറിയാം. എന്നാൽ കാനത്തിന്റെ മരണത്തിന് ശേഷം പിന്നീട് ആ പാർട്ടിയിൽ ഒരുപക്ഷെ ഉയർന്നു വന്ന പേര് ബിനോയ് വിശ്വത്തിന്റെ പേര് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരികയും അതിനെ ഏറ്റവും കൂടുതൽ ശക്തമായി പിന്താങ്ങുകയും ചെയ്തത് PP സുനീർ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ PP സുനീറിന് ഇപ്പോൾ നൽകിയ രാജ്യസഭാ സീറ്റ് നൽകുവാനുള്ള ബിനോയ് വിശ്വാസത്തിന്റെ തീരുമാനം ഒരുപക്ഷെ മുൻപ് തന്നെ പിന്തുണച്ചതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ടാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത്. മന്ത്രിയായിട്ടുള്ള P പ്രസാദും രാജനും ഒക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും N രാജനും അതുപോലെ തന്നെ മുല്ലക്കര രത്നാകരനെ പോലെയുള്ളവരും ഒക്കെ പൊതുവെ ഉയർത്തിയ പേര് സീനിയർ ആയിട്ടുള്ള CPI പാർട്ടിയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രകാശ് ബാബുവിന്റെ പേരാണ്. മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ചരിത്രവും പാരമ്പര്യവും ഒക്കെ എടുത്തു നോക്കിയാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏറ്റവും ഏറെക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരിക്കും ഒക്കെ ചെയ്തിരുന്ന, അസിസ്റ്റന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഈ പ്രകാശ് ബാബുവിന്റെ പേരാണ് എപ്പോഴും പരിഗണിക്കപ്പെടേണ്ടതെന്നൊരു ഭൂരിഭാഗം CPI നേതാക്കളുടെയും ഇടയിൽ നിന്നും അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ CPI ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഈ പാർട്ടിക്കുള്ളിലെ തന്നെ പ്രത്യേകിച്ച് നേതാക്കന്മാരായി കഴിഞ്ഞാൽ, പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ദുർഭൂതം ഈ അടുത്ത കാലത്തായി CPI ബാധിച്ചിരിക്കുന്നതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയുമാണ് എന്ന് നമുക്ക് കാലകാലങ്ങളായിട്ടുള്ള കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷത്തോളമുള്ള CPIയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം തീർച്ചയായിട്ടും CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി പിന്നീട് അവശേഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാർട്ടിയിൽ പ്രബലമായിട്ടുള്ള ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഈ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ ഒക്കെ വരും കാലങ്ങളിൽ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. PP സുനീറിന്റെ പേര് മുന്നോട്ട് വെച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള, പ്രത്യേകിച്ച് CPIയുടെ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം പറഞ്ഞത് അത് ഒരു മൈനോറിറ്റി വിഭാഗത്തിലെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ PP സുനീർ ഈ പദം അർഹിക്കുന്നുവെന്നും അതുകൊണ്ട് ആ പരിഗണന കൂടി വെച്ച് അദ്ദേഹത്തിന് ഈ സീറ്റ് നൽകുന്നു എന്നുള്ളതുമാണ്. എന്നാൽ കാലാകാലങ്ങളായി CPIയോടൊപ്പം നിൽക്കുകയും അമിതമായിട്ട് സ്ഥാനമോഹങ്ങളൊന്നും ആഗ്രഹിക്കാതെ തന്നെ പാർട്ടിയെ വളരെ കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകുന്നതിൽ മുൻപ് പലപ്പോഴും പാർട്ടിയിൽ കെട്ടുറപ്പോടുകൂടി പോകുന്നതിന് വേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിട്ടുള്ള പ്രകാശ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടം അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് PP സുനീറിന് നൽകിയിട്ടുള്ള ഈ തീരുമാനം അത് പൂർണ്ണമായിട്ടും അവരതിനോട് വിയോജിക്കുന്നു, അവരതിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഈ രാജ്യസഭാ സീറ്റ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് CPI ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തനിക്ക് കിട്ടുന്ന പ്രത്യേക അധികാരങ്ങൾ കൊണ്ട് തന്നെ തങ്ങളെ വിമർശിക്കുന്നവരെ, രാജാവ് നഗ്നനാണെന്ന് പറയുന്നവരെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവരെ പൂർണ്ണമായ ഒരു മൂലക്കിരുത്തുന്ന ഒരു ചരിത്രം പേറിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും
പിന്നീട് മണ്ണടിഞ്ഞിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ CPI ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനം തീർച്ചയായും അത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാനുള്ള പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്ത CPM ഈ ഘടകകക്ഷികൾക്ക് ഈ സീറ്റ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ തന്നെ ഘടകകക്ഷിയിൽ ഏറ്റവും പ്രധാന വിഭാഗമായ CPIയിൽ ഉണ്ടാകുന്ന ഉൾപ്പോര് എത്രമാത്രം തലവേദനയായി CPIക്കുള്ളിൽ മാറും എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും CPM ചെയ്തിട്ടുള്ള ഒരു വലിയ ത്യാഗം തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും എന്ന് പറഞ്ഞിട്ടുള്ള CPM ഇപ്പോൾ ഏതാണ്ട് ഘടകകക്ഷികൾ തങ്ങളുടെ ചുവട്ടിൽ നിന്ന് മണ്ണ് ചോരാതെ ഘടകകക്ഷികളെ കൂടെ നിർത്തുന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നിന്ന്, മധ്യ കേരളത്തിൽ നിന്നും ഒക്കെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റിനെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന BJP വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് നിമിഷവും ഇത്തരം കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമായ തിരിച്ചറിവ് CPM-നെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. മാത്രമല്ല മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സീറ്റ് നഷ്ടമാവുക, പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് താഴേക്ക് പോവുക, നേരത്തെ ലോകസഭയിലും രാജ്യസഭയിലും ഓരോ സീറ്റും വെച്ചുകൊണ്ടാണ് അവർ UDF-ൽ നിന്ന് വരുന്നത്. അപ്പൊ അതിലൊരു കുറവ് വരിക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തനീയമായ കാര്യമല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർ സീറ്റ് ചോദിക്കുന്നത് പാർട്ടി ചെയർമാന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ ബഹുമാനങ്ങളും മുന്നണിയിലെ മര്യാദയും നിലനിർത്തിക്കൊണ്ട് CPM തങ്ങൾക്ക് നേരിട്ട തിരിച്ചടിയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം CPM-ന്റെ ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാകും. കാരണം 2000-ൽ ഒരു വിട്ടുവീഴ്ച നൽകിയെന്നത് ഒഴിച്ചാൽ പലപ്പോഴും ഇങ്ങനെ ആവശ്യപ്പെട്ട സീറ്റുകൾ മുന്നണികൾക്കും ഘടകകക്ഷികൾക്കും കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രം മുന്നണി വിട്ടുപോയ അവർ തങ്ങളുടെ മുന്നണിയിലുണ്ട് എന്നുള്ള കാര്യം CPM ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ വിട്ടുവീഴ്ച ഒരുപക്ഷെ മുന്നണിയുടെ കെട്ടുറപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് CPM-നെ സഹായിച്ചേക്കാം. എന്നാൽ CPI-ൽ ഉണ്ടായിട്ടുള്ള ഈ പൊട്ടിത്തെറികൾ ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ. എന്തായാലും ഇത് പാർട്ടിയിൽ വലിയ ഉൾപാർട്ടി പോരുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത CPI-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപക്ഷെ വളരെ നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ കെട്ടുറപ്പോടെ തീരുമാനം എടുത്തിരിക്കുന്ന CPI-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിയെ തന്നെ പിന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യവും CPI മറന്നുകൂടാ. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തന്നെ CPI കേരളത്തിൽ ലോകസഭ MP-മാരെ ആരെയും തന്നെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാതിരുന്നതും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് അവസാന നിമിഷം വരെ പോരാടിയ അരുൺകുമാർ എന്ന് പറയുന്ന മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയെ തന്നെ നമുക്ക് അറിയാം, അവിടെ നിന്നൊരു വിജയം പോലും ഉണ്ടാക്കിയെടുക്കുവാൻ CPI സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിലൊക്കെ തിരിച്ചടി നേരിയിട്ടുള്ള ഈ പശ്ചാത്തലത്തിലും CPI കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയായി മാറിപ്പോകുന്നതിന് പകരം സങ്കുചിതമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും അത് വരും കാലങ്ങളിൽ ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെ കൂടെ നിർത്തുന്നതിനും ഘടകകക്ഷികളെ കൂടെ നിർത്തുന്നതിനും CPI-യെ സംബന്ധിച്ചിടത്തോളം എടുത്ത തീരുമാനം വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനും കാരണമാകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം വേണ്ട.